പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദരോട്, ക്രൈസ്തവരോട്, അവരാണല്ലോ അന്നത്തെ വേദക്കാർ, അറേബ്യയിലുണ്ടായിരുന്ന വേദക്കാർ, അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വേദം വിട്ട്, നിങ്ങളുടെ പ്രവാചകനെ വിട്ട്, നിങ്ങളുടെ ശരീഅത്ത് വിട്ട്, നിങ്ങളുടെ മതം വിട്ട് നിങ്ങൾ എൻ്റെ മതത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ മക്കത്തുനിന്ന് മദീനക്ക് ഹിജ്റ പോയത്? എല്ലാവരും ഒന്നാണെന്നുണ്ട് അബൂജഹലിനോട് പറയാം, നമ്മളൊക്കെ ഒന്ന്, നിങ്ങളെ മതമായിട്ട് നടന്നോളി, ഞാൻ എൻ്റെ മതമായിട്ട് ഇങ്ങനെ പോകാം, നമ്മളൊക്കെ സ്വർഗത്തേക്കുള്ളതാണ്. മാത്രമല്ല അങ്ങനത്തെ ഒരു ഓഫർ ശരിക്കും അവർ ഇങ്ങോട്ട് വെച്ചുകൊടുത്തുകൊണ്ടല്ലോ. നമ്മൾ ചോദിക്കുന്നു ഏത് ഖുർആനാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. കാരണം വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു നോക്കിയാൽ നിറയെ അഹ്ൽ കിതാബിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയും. ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്. മതനവീകരണത്തിൻ്റെ പേര് പറഞ്ഞ് രംഗത്ത് വന്ന ഒരു വ്യക്തി CH മുസ്തഫ എന്ന പേരിൽ പലപ്പോഴും നമ്മുടെ പ്രൂഫ് പോയിന്റിലടക്കം പല സന്ദർഭങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും പ്രഭാഷണങ്ങളുമൊക്കെ. ആ ചർച്ചകളിലൊക്കെ നമ്മൾ കൊണ്ടുവന്ന ഒരു കാര്യമായിരുന്നു പ്രമാണങ്ങളോടുള്ള ആ മനുഷ്യൻ്റെ ഒരു നിഷേധ സ്വഭാവവും വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുമൊക്കെ വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുന്നതൊക്കെ പലതവണ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, അതിൽ അയാൾ പറയുന്നൊരു കാര്യം, എല്ലാ മതങ്ങളും എല്ലാ വേദങ്ങളും അത് സത്യമാണ് എന്ന് തുടങ്ങുന്ന ഒരു ആശയം സർവമത സത്യവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഖുർആനിൻ്റെ ആശയം തന്നെ അതാണ് എന്ന് പറയുന്ന രൂപത്തിലുള്ളൊരു പ്രഭാഷണം, അതിൻ്റെ ഒരു ചെറിയ ഭാഗം കേട്ട് ഇന്നത്തെ ചർച്ചയുടെ ആദ്യ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദരോട്, ക്രൈസ്തവരോട്, അവരാണല്ലോ അന്നത്തെ വേദക്കാർ, അറേബ്യയിലുണ്ടായിരുന്ന വേദക്കാർ, അവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വേദം വിട്ട്, നിങ്ങളുടെ പ്രവാചകനെ വിട്ട്, നിങ്ങളുടെ ശരീഅത്ത് വിട്ട്, നിങ്ങളുടെ മതം വിട്ട് നിങ്ങൾ എൻ്റെ മതത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? അതാത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനാണ് അവരെയൊക്കെ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മതം മാറ്റ വ്യവസായം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിൽക്കാലത്ത് രൂപപ്പെട്ട രാജാക്കന്മാർ തങ്ങളുടെ രാജാതിർത്തികൾ വലുതാക്കുന്നതിന്, തങ്ങളുടെ ഭരണ സീമകൾ വികസിപ്പിക്കുന്നതിന്, തങ്ങളുടെ അധികാരം വർദ്ധിപ്പിക്കുന്നതിന്, മറ്റുള്ളവർക്ക് മേൽ സാമ്രാജ്യത്വ മോഹത്തോടു കൂടി കടന്നു കയറുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാർഗമാണ്, ഒരു രീതിയാണ് മതം മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നത് പിന്നെ ഖുർആന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഏതെങ്കിലും മത വിഭാഗത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന ആളുകളോട് ആ മതം വിട്ട് ഇസ്ലാമിലേക്ക് വരണമെന്ന് പ്രബോധന കാലത്ത് പറഞ്ഞിട്ടേ ഇല്ല. ഖുർആൻ അങ്ങനെ ഒരു ആശയം പഠിപ്പിക്കുന്നില്ല. ഓരോരുത്തരും അവരുടെ മതം ഏതാണോ അതിൽ തന്നെ ജീവിക്കുക എന്നതാണ് ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ പഠിപ്പിച്ച ആശയം. പിന്നീട് മറ്റു പല ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് മതം മാറ്റലും പ്രബോധന രീതികളൊക്കെ ഉണ്ടായത് എന്നതാണ് ആ ഒരു സംസാരം. എത്രത്തോളം യാഥാർത്ഥ്യമാണ്? യഥാർത്ഥത്തിൽ കുറച്ചു കാലമായി കേരളത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ ഇസ്ലാമിൻ്റെതായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ. യഥാർത്ഥത്തിൽ ഇയാളുടെ പ്രസംഗത്തിൽ മാത്രമല്ല, ഇയാളുടെ പുസ്തകങ്ങളിലുമൊക്കെ എല്ലാ മതങ്ങളും സത്യമാണ് എന്ന രീതിയിൽ തന്നെ ഇയാൾ എഴുതിയത് നമുക്ക് ധാരാളമായിക്കൊണ്ട് കാണാൻ കഴിയും. ഇയാളുടെ ഒരു പുസ്തകത്തിൻ്റെ 25-ാമത്തെ പേജിൽ അയാൾ എഴുതുകയാണ്, എല്ലാ വേദങ്ങളും സത്യവും നിത്യപ്രസക്തങ്ങളുമാണ്. ഒരു വേദവും കാലഹരണപ്പെട്ടിട്ടില്ല. അവയെല്ലാം ദൈവവചനങ്ങൾ തന്നെ. ഏതു വേദത്തെ പിൻപറ്റിയാലും മോക്ഷമുണ്ട്. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ ആശയമായിക്കൊണ്ടാണ് ഇയാൾ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കുറച്ചു കാലമായി സർവ മതസത്യവാദം ചേകനൂർ പറഞ്ഞു വെച്ചു. അതിൻ്റെ ഒരു പുതിയ രൂപം അത് തന്നെയാണ്, ആശയവും തന്നെയാണ് സർവവേദ സത്യവാദം. അത് ഖുർആനിലുണ്ട്. അതില്ല എന്ന് പറയുന്നത് ഖുർആൻ നിഷേധമാണ് എന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിലുള്ള ഖുർആനിൽ അങ്ങനൊരു ആശയം ഇല്ല എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ടുള്ളത്, ലോകത്ത് ഏത് പ്രവാചകന്മാരാണെങ്കിലും അവരെല്ലാം കടന്നു വന്നിട്ടുള്ളത് അവർ കടന്നു വരുന്ന സമൂഹത്തിലുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാനല്ല, ആ വിശ്വാസത്തിൽ വന്നിട്ടുള്ള പുഴുക്കുത്തുകളെയും ആ വിശ്വാസത്തിലുള്ള വീഴ്ചകളെയും എല്ലാം തിരുത്തുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അവരിൽ സ്ഥാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞ കാര്യമാണ്, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം.
ഇസ്ലാമാണ് അള്ളാഹുവിൻ്റെ അടുക്കുള്ള മതം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു. ആ ഇസ്ലാമല്ലാത്ത ഒന്നിനെ ദീനായിക്കൊണ്ട് ആരെങ്കിലും സ്വീകരിച്ചാൽ അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. ഇത്രയും വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതല്ല ഖുർആനിൻ്റെ ആശയമെന്ന് പറയണമെങ്കിൽ എത്രമാത്രമാണ് ഖുർആനെ കുറിച്ച് ജഹാലത്തിലാകണം. മാത്രമല്ല, എന്താണ് ഈ അൽ ഇസ്ലാം? ഈ അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ സൂറത്തു മാഇദയിൽ പറഞ്ഞ പോലെ അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും അൽ ഇസ്ലാമ ദീന. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിൽ പൂർത്തിയാക്കി നമുക്ക് പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇൽ പൂർത്തിയാക്കി നമുക്ക് തന്നിട്ടുള്ള അള്ളാഹു തൃപ്തിപ്പെടുന്ന അൽ ഇസ്ലാമുണ്ട്. അതാണ് ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. അപ്പോൾ പ്രവാചകൻ പൂർത്തിയാക്കിയ ആ അൽ ഇസ്ലാമിൽ അതിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു വ്യക്തിക്ക് മാത്രമേ മുസ്ലിം എന്ന് പറയുകയുള്ളൂ. ആ വ്യക്തിക്ക് മാത്രമേ മോക്ഷമുണ്ടാവുകയും ഉള്ളൂ. അതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. പിന്നെ ഇയാൾ പറഞ്ഞ മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടത്തിലുള്ള വേദക്കാർ അവരെ നിങ്ങളുടെ വേദം ഉപേക്ഷിച്ചു എൻ്റെ മതത്തിലേക്ക് വരൂ എന്നൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞിട്ടില്ല. അവരുടെ വേദം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വിട്ടു. അതാണ് ഖുർആൻ്റെ ആശയം. നമ്മൾ ചോദിക്കുന്നു, ഏത് ഖുർആനാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. കാരണം വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു നോക്കിയാൽ നിറയെ അഹ്ലു കിതാബിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പരാമർശം നമുക്ക് കാണാൻ കഴിയും. ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്. അഹ്ലു കിതാബ് നിങ്ങൾ വരൂ, എനിക്കും നിങ്ങൾക്കും ഇടയിൽ സാമതിയുള്ള അതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ വേറെ ഇലാഹില്ല. അതുപോലെ തന്നെ അള്ളാഹുൽ ശിർക്ക് വെക്കാൻ പാടില്ല. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബുകളാക്കാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു ഫൈൻ തവല്ലൗ, ഇനി അത് നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ ഫഖൂലു അശ്ഹദു ബി അന്നാ മുസ്ലിമൂൻ, വിശ്വാസികൾ ഞങ്ങൾ മുസ്ലിങ്ങളാണ്, പക്ഷെ നിങ്ങളത് സ്വീകരിക്കാൻ തയ്യാറെങ്കിൽ നിങ്ങൾക്ക് പോകാം. അഹ്ലു കിതാബിനെ വിളിച്ച് വീണ്ടും അല്ലാഹു പറയുന്നു, യാ അഹ്ലൽ കിതാബ് ലിമ തക്ഫുറൂന ബി ആയാത്തില്ലാഹി വഅൻതും തശ്ഹദൂൻ. അല്ലേ വേദക്കാർ, റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിലുള്ള വേദക്കാരെ നിങ്ങളുടെ വേദന അനുസരിച്ച് കൊണ്ട് ജീവിച്ചോളി എന്നല്ല പ്രവാചകൻ അവരുടെ അല്ലാഹു പറയുന്നത്. ലിമ തക്ഫുറൂന ബി ആയാത്തില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രീതി എന്തല്ല, ശരിയല്ല, അത് കുഫറാണ്. അതേപോലെ തന്നെ യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. നിങ്ങൾ എന്തുകൊണ്ടാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുകയും സത്യങ്ങൾ മറച്ചു വെക്കുകയും അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുകയും ചെയ്തത്? ഇതെല്ലാ പണിയും അന്നത്തെ അഹ്ലു കിതാബ് ജൂതന്മാരും ക്രിസ്ത്യാനികളും എടുത്തിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വാദപ്രകാരം പ്രവാചകൻ ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു. കാരണം നിങ്ങളുടെ ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ചോളൂ, ഞാൻ എൻ്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാം. അങ്ങനെയാണെങ്കിൽ യാ അഹ്ലൽ കിതാബ് എന്നുള്ള അഭിസംബോധന തന്നെ വരാൻ പാടില്ലായിരുന്നു. കാരണം യാ മുസ്ലിമീങ്ങൾ മാത്രം, റസൂൽ മുസ്ലിമെ മാത്രം കാര്യം നോക്കുക, അവിടെ വേദപണ്ഡിതന്മാർ അവരെ കാര്യം നോക്കുക, ജൂതന്മാർ ജൂതന്മാർ. എന്തിനാണ് അഹ്ലു കിതാബിനെ വിളിച്ച് ഖുർആൻ അഭിസംബോധന ചെയ്തത്? അവർക്ക് കൂടി ഈ ആശയം സ്വീകരിക്കൽ നിർബന്ധമായിരുന്നു. അതേപോലെ തന്നെ യാ അഹ്ലൽ കിതാബ് ലിമ തസുദ്ദൂന അൻ സബീലില്ലാഹ്, നിങ്ങൾ എന്തിനാണ് അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ നിന്ന് ആളുകൾ തടയുന്നത്? ഇതിലേക്ക് വരുന്ന നിങ്ങൾ എന്തിനാണ് തടസ്സം നിൽക്കുന്നത്? അപ്പോൾ അവർ തടയുന്നതിന് ഇസ്ലാം വിശുദ്ധ ഖുർആൻ ശക്തമായിക്കൊണ്ട് ആക്ഷേപിക്കുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അംഗീകരിക്കാത്ത ഒരാളും മുസ്ലിമായി അംഗീകരിക്കില്ല. യാ അഹ്ലൽ കിതാബ് ഖദ് ജാഅക്കും റസൂലുനാ യുബയ്യിനു ലക്കും കസീറൻ മിമ്മാ കുൻതും തുഖ്ഫൂന മിനൽ കിതാബ് വയഅഫു അൻ കസീർ ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ. ഇതാ വേദക്കാരെ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ കിതാബിൽ എടുത്തോളിന്നല്ല, ഇതാ നിങ്ങളിലേക്ക് റസൂൽ വന്നിരിക്കുന്നു. ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. ആ കിതാബ് ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഖുർആനാണ്. അപ്പോൾ ആ ഖുർആനിലേക്ക് വരലവർക്ക് നിർബന്ധമാണ്. ഇയാൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇല്ല എന്ന്. എല്ലാ വേദങ്ങളും സത്യമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു വിശ്വാസം വിശുദ്ധ ഖുർആനിന് വിരുദ്ധമാണെന്ന് മാത്രമല്ല, ഇസ്ലാം അങ്ങനത്തെ ഒരു ആശയെ പഠിപ്പിച്ചിട്ടില്ല. അതാണ് ആശയെങ്കിൽ പിന്നെ പ്രവാചകൻ നിയോഗത്തിന്റെ ആവശ്യമില്ല, പിന്നെ അത് പ്രസക്തിയില്ല എന്ന് മാത്രമല്ല, നമുക്ക് പ്രവാചകൻ്റെ പ്രബോധന ചരിത്രം, അദ്ദേഹം പറഞ്ഞ പ്രബോധനം ഇല്ലാന്ന്. ഇസ്ലാമിക പ്രബോധന ചരിത്രമുണ്ട്. കാരണം ഇയാളെ പോലുള്ള ആളുകൾ പ്രബോധനം ചെയ്യാതിരിക്കൽ തന്നെയാണ് ഏറ്റവും നല്ലത്. അത് ഇസ്ലാമിന് ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യമാണ്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, പിന്നെ രാജാക്കന്മാർക്ക് കത്തുകൾ എഴുതിയിട്ടുണ്ട്. വേദക്കാരായ ആളുകൾക്ക് കത്തുകൾ എഴുതിയിട്ടുണ്ട്.
അതിലെന്താ പറഞ്ഞത്? അസ്ലിം തസ്ലാം, നിങ്ങൾ മുസ്ലിം ആക്കണം. അപ്പോൾ അവർ അസ്ലി ആയിക്കൊണ്ട് തന്നെ അവർ ഇസ്ലാമിലാണ്, അവരുടെ വേദമനുസരിച്ച് കൊണ്ട് ജീവിച്ചാൽ അവർക്ക് മോക്ഷം ലഭിക്കുമെങ്കിൽ പ്രവാചകൻ്റെ എഴുത്ത് വെറുതെയാണല്ലോ. ആ എഴുത്ത് എത്ര പ്രയാസപ്പെട്ടുകൊണ്ടാണ് സഹാബത്തൊക്കെ മാസങ്ങളോളം യാത്ര ചെയ്തുകൊണ്ട് ആ എഴുത്ത് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാത്തൊരു പുതിയ ഇസ്ലാമാണ് ഇയാൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം, ലൗകാന മൂസ ഹയ്യൻ മാ വസിഉൽ-ഇത്തിബാഇ, തൗറാത്ത് നൽകപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തൗറാത്തോ ഇഞ്ചീലോ അല്ല ഫോളോ ചെയ്യേണ്ടത്, അദ്ദേഹം ഖുർആനാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരുമ്പോൾ ഈസാ നബിയുടെ ഇഞ്ചിലുമായിട്ടല്ല വരും, ഈസാ നബിയുടെ ഇഞ്ചിലിൻ്റെ നിയമങ്ങളല്ല അദ്ദേഹം ഫോളോ ചെയ്യേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്താണ്. അപ്പോൾ ആ ശരീഅത്ത് മറ്റുള്ള വേദഗ്രന്ഥങ്ങളുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്ത് മാത്രമല്ല, അവയിൽ കൈക്കടത്തലുകൾ നടന്നിട്ടുണ്ട്, പുരോഹിതന്മാർ ഒരുപാട് കടത്തിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഈ ഖുർആൻ വായിക്കുന്ന ഏതൊരു തെളിഞ്ഞ ബുദ്ധിയുള്ള മനുഷ്യനും വ്യക്തമാകുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇസ്ലാമും ഇതായിട്ട് യാതൊരു ബന്ധമില്ല. ഇദ്ദേഹം പറയുന്ന ഖുർആൻ അല്ലാഹ് ഇറക്കിയ ഖുർആനുമായിട്ടെന്തില്ല, യാതൊരു ബന്ധമില്ല എന്നാണ് ആ വിഷയത്തിൽ പറയാറുള്ളത്. അതിലേക്ക് ചേർത്ത് പറയാനുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന ആളുകളുടെ സ്വഭാവവുമായി പറയാൻ വേണ്ടി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു കാര്യമാണ്, കുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. അപ്പോൾ കുൽ ഹാദിഹി സബീലി, ഇതാകുന്നു എൻ്റെ വഴി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ദാവത്ത് എന്ന് പറഞ്ഞ സാധനം ഇല്ലാന്ന്. അപ്പോൾ കുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ, എന്നിട്ട് പറഞ്ഞത് അന വമനിത്തബഅനി എന്നാണ്, ഞാനും എന്നെ പിൻപറ്റുന്ന ആളുകളും ഈ ദാവത്തിൽ എപ്പോഴും ഉണ്ടാവും എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച് തരുന്നത്. അപ്പോൾ അത് പ്രത്യേകം പറയാൻ തന്നെ അള്ളാഹു ആവശ്യപ്പെടുമ്പോൾ ഇദ്ദേഹം ഇത് എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് എന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു പിഴച്ചവാദത്തിന് പിന്നെ വിശുദ്ധ ഖുർആനിൽ നിന്നൊരു തെളിവ് എന്നുള്ള നിലക്ക് ഇവരെ പോലെയുള്ള ആളുകൾ കണ്ടെത്താറുള്ളത് സൂറത്തുൽ ബഖറയിലെ 62-ാമത്തെ വചനാണ്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബീൻ എന്ന് തുടങ്ങുന്ന ആ വചനാണ് പലപ്പോഴും. എന്നിട്ട് ഈ ഒരു ഭാഗം മാത്രം പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇവരൊക്കെ ഏത് വിഭാഗമാണെങ്കിലും അവർക്കൊക്കെ സ്വർഗ്ഗമുണ്ട് എന്നാണ് പറയാറ്. ശരിക്കും അതല്ലല്ലോ, ആ ആശയം പോലും പഠിപ്പിക്കുന്നത് അതിന് നേർവിപരീതമായ അർത്ഥമല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് ഇപ്പോൾ സൂറത്തുൽ ബഖറയിൽ തന്നെ 62-ാമത്തെ ആയത്തെന്ന് പറയുമ്പോൾ ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവിടെ ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് വല്ലദീന ഹാദു, അതായത് യഹൂദികൾ, അതുപോലെ തന്നെ നസാറാക്കൾ, സ്വാബീങ്ങൾ, അവരുടെ കൂട്ടത്തിൽ മൻ ആമന ബില്ല എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു. അള്ളാഹുൽ വിശ്വസിച്ചവർ. അള്ളാഹുൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അർക്കാനുൽ ഈമാൻ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് ഈമാൻ്റെ റുക്കിനുകൾ എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ഈമാൻ കാര്യങ്ങളിൽ ഓരോ വിശ്വാസവും യഥാർത്ഥത്തിൽ മടങ്ങുന്നത് അള്ളാഹുവിലേക്കുള്ള വിശ്വാസത്തിലേക്കാണ്. അപ്പോൾ അള്ളാഹുവാണ് മുഹമ്മദ് നബിയെ പറഞ്ഞയച്ചത് എന്ന വിശ്വാസം ഉണ്ടാവുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആമൻ ബില്ല മുഴുവനാകുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ തന്നെ ഇവിടെ യഹൂദികളുടെ കൂട്ടത്തിൽ നിന്നും നസാറാക്കളുടെ കൂട്ടത്തിൽ നിന്നും അതുപോലെ തന്നെ സാബിയങ്ങളുടെ കൂട്ടത്തിൽ നിന്നുമൊക്കെ ഈമാനുള്ള ആളുകൾ അവരൊരു കാലത്ത് ഇങ്ങനെയായിരുന്നു. പിന്നെ അവരെന്തായി? ഈമാനുള്ളവരായി. സ്വാബിയായി ജനിച്ച ആളായിക്കോട്ടെ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആകട്ടെ, ഈമാനുണ്ടോ എങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. മാത്രമല്ല സൂറത്തു ഹജ്ജിൽ ഇതേ സംഭവം തന്നെ മറ്റൊരു രൂപത്തിൽ കാണാൻ കഴിയും. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഈന വന്നസാറ വൽ മജ്ജൂസ്, അവിടെ മജ്ജൂസ് എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു, അഗ്നി ആരാധകർ. വല്ലദീന അശ്റകൂ എന്ന് പറഞ്ഞത് പിന്നെ മുശ്രിക്കീങ്ങളായ ആളുകളും. എന്നിട്ട് പറയാം ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ വേർതിരിവുണ്ടാക്കും യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ. എന്തിനാ അള്ളാഹ് വേർതിരിക്കേണ്ട ആവശ്യം? എല്ലാവരും ഒന്നാണ്, എല്ലാവരും സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞ പോലെ എന്തിനാ അവിടെ ഇങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യം? എന്നിട്ട് പറയാം ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഷഹീദ് എന്ന് കൃത്യമായിട്ട് വിശുദ്ധ ഖുർആനിലൂടെ പറയുമ്പോൾ ഇയാൾ എന്താണ് പറയേണ്ടതെന്നുള്ളത് ഇയാൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എന്താക്കണം, വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ മക്കത്തുനിന്ന് മദീനക്ക് ഹിജ്റ പോയത്? എല്ലാവരും ഒന്നാണെന്നുണ്ടെങ്കിൽ അബൂജഹലിനോട് പറയാം, നമ്മളൊക്കെ ഒന്ന്, നിങ്ങളെ മതമായിട്ട് നടന്നോളി, ഞാൻ എൻ്റെ മതമായിട്ട് ഇങ്ങനെ പോകാം, നമ്മളൊക്കെ സ്വർഗത്തേക്കുള്ളതാണ്. മാത്രമല്ല അങ്ങനത്തെ ഒരു ഓഫർ ശരിക്കും അവർ ഇങ്ങോട്ട് വെച്ചുകൊടുത്തുവാണല്ലോ. മാത്രമല്ല എത്യോപ്യയിലേക്ക് ചെല്ലുമ്പോൾ, അതായത് എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി, അവിടെ അന്ന് നജ്ജാഷിയാണ് ഭരണാധികാരി. നജ്ജാഷിയുടെ അടുത്തേക്ക് അബൂജഹലിൻ്റെ ടീം ആളെ പറഞ്ഞേക്കാണ്. എന്ത് പറഞ്ഞിട്ടാണ്?
നിങ്ങളുടെ മതത്തെ എതിർക്കുന്ന ആളാണ് ഇവർ, നിങ്ങളുടെ മതത്തിനെ പോലും കുറ്റം പറയുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്താക്കുന്നത് അവരെ, അതായത് അന്നത്തെ ക്രൈസ്തവതയെ പോലും ചോദ്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ ഇപ്പോൾ നിങ്ങൾ അഭയം കൊടുത്ത ഈ ആളുകൾ എന്താക്കണം, അവിടെ നിന്ന് പുറത്താക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ അറബികളുടെ പ്രത്യേകത അവരൊരിക്കലും കളവ് പറയുന്ന ആളുകളായിരുന്നില്ല, വഞ്ചന ഇല്ലാത്ത ആളുകളായിരുന്നു. ഇന്നത്തെ ഇവരെ പോലെ എന്തെങ്കിലും പറഞ്ഞൊപ്പിക്കുക എന്നുള്ളതല്ല. കാരണം അബൂ സുഫിയാൻ തന്നെ പറയുന്നത് കാണാൻ പറ്റും, അന്ന് എനിക്ക് കളവ് പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ എന്താക്കിയിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ളത്. കാരണം കളവ് പറയാന്നുള്ളത് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ പാപമായി കൊണ്ട് കണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നു. എന്തിനാ? സർവ്വമതം സത്യമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി മദീനയിൽ ചെന്നതിന് ശേഷം ജൂതന്മാർ നബി പറഞ്ഞ സത്യമാണെന്ന് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നബിയെ വഞ്ചിക്കാനും ചതിക്കാനും കൊല്ലാനൊക്കെയുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തി. അപ്പോൾ നബി അവരോട് നമ്മളൊക്കെ ഒന്നാണ്, നമ്മളൊക്കെ എല്ലാവരും സ്വർഗത്തേക്കുള്ള ആളുകളാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്താലും ഞാൻ നിങ്ങളൊന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞ് അതാണ് പറയുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് അവരോട് യുദ്ധം ചെയ്യേണ്ട ഘട്ടത്തിൽ രാജ്യത്തിനും മതത്തിനൊക്കെ ഭീഷണിയായി വന്നപ്പോൾ അവരോട് എന്തായിട്ടുണ്ട്, യുദ്ധങ്ങൾ വരെ നടത്തിയിട്ടുണ്ട്. സർവ്വമത സത്യവാദമായിരുന്നെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ? അപ്പോൾ ഇയാൾ അവസാനം പറഞ്ഞു ചില രാജാക്കന്മാർ ഭരണം പിടിച്ചെടുക്കാനും മറ്റൊക്കെ ഉണ്ടാക്കിയ ഏർപ്പാടാണെന്ന്. ഈ രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഇയാൾ മുഹമ്മദ് നബീനെ എണ്ണിയിട്ടുണ്ടോ നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല ഈ ഒരു വാദത്തിൻ്റെ ഏറ്റവും ഒരു വൈരുദ്ധ്യവും ഒരു വിഡ്ഢിത്തവും എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പന്നിമാംസം ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമു വലഹ്മുൽ ഖിൻസീർ, പന്നിമാംസം ഹറാമാണ്, തിന്നാൻ പാടില്ല. പക്ഷേ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അത് കുഴപ്പമില്ല. അപ്പോൾ എല്ലാ മതങ്ങളും ഓരോനുസരിച്ച് ജീവിക്കുക. അപ്പോൾ പന്നിമാംസം തിന്നവനും മോക്ഷമുണ്ട്, പന്നിമാംസം തിന്നൽ നിഷിദ്ധമാണെന്ന് വിശ്വസിക്കുന്നവനും രണ്ടാളും സ്വർഗത്തിലാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ത്രിയേകത്വമാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം. ആ ത്രിയേകത്വം അള്ളാഹു വലാ തഖൂലു സലാസ എന്ന് അള്ളാഹു അതിനെപ്പറ്റി വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അള്ളാഹു വിമർശിച്ച വിശ്വാസം കൊണ്ട് നടന്നവനും മോക്ഷമുണ്ട്, വിമർശിച്ച് അതിനെ ഇന്ന് വിമർശിക്കുന്നവനും മോക്ഷമുണ്ട് എന്ന് പറഞ്ഞാൽ അതെന്തൊരു വാദമാണെന്ന് നമുക്കറിയില്ല. മാത്രമല്ല നമുക്കറിയാം ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ അവർ ബഹുദൈവ വിശ്വാസികളാണ്, പിന്നെ എല്ലാത്തിനെയും ആരാധിക്കുന്ന ആളുകളാണ്, മുക്കോടി ദൈവങ്ങളാണ് അവർക്കുള്ളത്. അപ്പോൾ ആ ദൈവങ്ങളെ മുഴുവൻ വിശ്വസിക്കുന്നവർക്ക് മോക്ഷമുണ്ട്, ഏകദൈവ വിശ്വാസികളായ ആളുകൾക്ക് മോക്ഷമുണ്ട് എന്ന് പറയുമ്പോൾ ബഹുദൈവത്വമാണെങ്കിലും കുഴപ്പമില്ല, ഏകദൈവമാണെങ്കിലും കുഴപ്പമില്ല, ഇനി പിന്നെ പന്നിമാംസം നിന്നാലും കുഴപ്പമില്ല, ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മതം യഥാർത്ഥത്തിൽ ഇസ്ലാമിലില്ല. അങ്ങനെ എല്ലാവരും കൂടി ഉള്ളൊരു സ്വർഗവും യഥാർത്ഥത്തിൽ ഇസ്ലാം എന്തില്ല, പഠിപ്പിക്കുന്നില്ല. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവനായിരിക്കണം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധം പ്രവർത്തിച്ച അവൻ്റെ പേരിന് മുസ്ലിം ആണെങ്കിൽ പോലും അവന് സ്വർഗപ്രവേശനം ലഭിക്കുകയില്ല എന്നുള്ളതാണല്ലോ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ മതമായി വരിക എന്നല്ലാതെ ഇസ്ലാമുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ലേ ശരിക്ക് ഇസ്ലാം മതം മാത്രമല്ല മറ്റു മതസ്ഥരും ഇത് അംഗീകരിക്കൂലല്ലോ. ഇതൊരു കാപട്യമാണ്. ഒരു മതത്തിലും ശരിക്കും എന്തില്ല, നമ്മളെ മതവും കൂടെ ഏത് മതവും അംഗീകരിച്ചാലും ഒരേപോലെ എന്ന് ശരിക്കും ഒരു മതക്കാരും പറയില്ലല്ലോ. ഓരോ മതക്കാരും ഈ മതമല്ല മറ്റ് സംഘടനകളാണെങ്കിലും കൂട്ടായ്മകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ അവനൻ്റെ അടുത്തുള്ളതാണ് ശരി, അതാണ് സത്യം എന്നതാണല്ലോ ശരിക്കും കൊടുക്കണം. മറ്റുള്ളവർക്കൊക്കെ നിലനിൽക്കുക, അതാണല്ലോ ആത്മാർത്ഥത. മറ്റേത് ഒരു കാപട്യത്തിന്റെ സ്വഭാവമാണ്. അവനവൻ്റെത് സത്യമാണ് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതല്ല, അതൊരു വർഗീയതയാണ്. അതെ, വർഗീയത ഇസ്ലാമിലില്ല. അതേസമയത്ത് എൻ്റെതാണ് ശരി, ഇതനുസരിച്ച് കൊണ്ടാണ് മോക്ഷം ലഭിക്കുക എന്ന് വിശ്വസിക്കണം. അപ്പോഴാണ് ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ, ആത്മാർത്ഥം ഉണ്ടാവുള്ളൂ. ഒറ്റ ആയത്ത് കൂടി നമുക്ക് ഇതിലേക്ക് കൂട്ടി പറയാൻ തോന്നുന്നു. അതായത് അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി. ഇവിടെ പ്രയോഗിച്ച പ്രയോഗം അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഒറ്റ വഴി. അതുകൊണ്ട് ഫത്തബിഊഹു, ആ വഴിയെ നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉസ് സുബുൽ, കുറേ വഴികൾ, അത് നിങ്ങൾ പിൻപറ്റരുത്. ഇവിടെ അദ്ദേഹം പറയേണ്ടത് എല്ലാ വഴികളും പോകുന്നത് സത്യത്തിലേക്കാണ്, അതുകൊണ്ട് എല്ലാം പിൻപറ്റാം എന്നാ പറഞ്ഞത്. ഖുർആൻ നേരെ എതിരെ പറഞ്ഞു വലാ തത്തബിഉസ് സുബുൽ. അങ്ങനെ ഉണ്ടായാലും എന്താ ഉണ്ടാകാൻ പോകുന്നത്? ഫതഫറഖ ബികും അൻ സബീലിഹി, അള്ളാഹുവിൻ്റെ യഥാർത്ഥ വഴിയെ തൊട്ട് നിങ്ങളെ ഭിന്നിപ്പിച്ച് കളയും എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധമായി കൊണ്ടാണ് ഈ മനുഷ്യൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നവീകരണമല്ല നശീകരണമാണ്. അതെ, നവീകരണമല്ല നശീകരണമാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പിന്നെ ഒന്നാമത്തെ വിഷയത്തിൽ
യഥാർത്ഥത്തിൽ അള്ളാഹു അവതരിപ്പിച്ച ശരിയായ വിശുദ്ധ ഖുർആൻ ഇത്തരമൊരു ആശയമല്ല നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്.